എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നടന്ന ഒരു ഓപ്ഷൻ, ഇന്നല്ല കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു ഓപ്ഷനാണ്. 2 ദിവസം മുമ്പ് നടന്ന ഓപ്ഷനാണ്. 7 ഫണൽ കോർട്ട് ലിൻഡ്ഹേഴ്സ്റ്റ്. ഇത് പരസ്യം ചെയ്തിരുന്നത് 1.1 ടു 1.21 മില്യൺ ആണ്. 4 ബെഡ്റൂം 2 ബാത്റൂം 2 കാർ വീടാണ് ലിൻഡ്ഹേഴ്സിലെ. അപ്പോൾ ഞാൻ മാർക്കറ്റിനെ പറ്റി പറയാൻ വേണ്ടി പറയാണ്. ഇപ്പോൾ സെന്റിമെന്റ്സ് പറഞ്ഞാൽ അത്രയും ലോ ആണ്. ആൾക്കാർ ഇവിടെ കച്ചവടം നടക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതുമാതിരി വില കുറയും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ഓപ്ഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ റിയൽ റിഫ്ലക്ഷൻ ഓഫ് ദ മാർക്കറ്റാണ് കേട്ടോ. പിന്നെ ഏകദേശം അന്ന് ഓപ്ഷൻ ദിവസം ഏകദേശം ഒരു 5 പേരെങ്കിലും ബിഡ് ചെയ്തിട്ടുണ്ട്. ഒരു 10, 30, 40 പേര് ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ഒരു ബാർഗെയിൻ പ്രതീക്ഷിച്ച് വന്നതാണോ എന്ന് അറിയില്ല. ഇപ്പോൾ നമ്മൾ മലയാളികൾ ഒരു ബാർഗെയിൻ കണ്ട ചാടി കയറുന്ന മാതിരി എല്ലാവരും കൂടി വന്നിട്ടുള്ളതാണ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ സെന്റിമെന്റ്സ് അനുസരിച്ചിട്ട് ഇപ്പോൾ ബാർഗെയിൻ കിട്ടുമെന്ന് പറഞ്ഞ് കുറേ പേര് ഒരുമിച്ച് വരുന്ന സമയത്ത് ചിലപ്പോൾ പ്രൈസ് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് വിറ്റ് പോയതൊക്കെ ഇത് 1 മില്യൺ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, 1 മില്യൺ സ്റ്റാർട്ട് ചെയ്തു. 1 മില്യൺ 50ക്ക് പോയി 1.1 എത്തി. പിന്നെ 1.12 കയറി. അങ്ങനെ കയറി അവസാനം വിറ്റ് പോയി 1.25 പോയി വിറ്റ് പോയത്. അതായത് 1,250,500 1.25 മില്യനും പിന്നെ $500 അത്രയ്ക്കാണ് വിറ്റ് പോയത്. അതായത് അവർ പറഞ്ഞ പരസ്യത്തേക്കാൾ പിന്നെയും ഒരു $50,000 $40,000 കയറിയിട്ടാണ് ഒരു ഇത് അവസാനിപ്പിച്ചേക്കണത്. അപ്പം ഈ ആൾക്കാർ 4-5 പേര് ഒരുമിച്ച് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു കോമ്പറ്റീഷനാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പോൾ നെഗോഷിയേഷൻ ഉണ്ടായേനെ. അപ്പോൾ വിൽക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ആണ് നല്ലത്, വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഓപ്ഷൻ നല്ലതല്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ശരിക്കും നിങ്ങൾക്ക് വിൽക്കാൻ താല്പര്യപ്പെടുന്ന ആരോ ആണോ ഓക്കെ അവരുടെ അടുത്ത് നിന്ന് മേടിക്കാനാണ് വേണ്ടത്. അല്ലാണ്ട് വെറുതെ എനിക്ക് നല്ല പ്രൈസ് കിട്ടി ഞാൻ വിൽക്കാം എന്ന് പറഞ്ഞ ആൾക്കാരുടെ അടുത്ത് നിന്നല്ല മേടിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ നോക്കണം ഏത് പ്രൈവറ്റ് സെയിലാണ് ഏറ്റവും ബെസ്റ്റ് മേടിക്കാൻ എപ്പോഴും. ഓക്കെ, വാങ്ങാനാണെങ്കിൽ എപ്പോഴും ബെസ്റ്റ് പ്രൈവറ്റ് സെയിലാണ്. ഓപ്ഷൻ മേടിക്കുമ്പോഴുള്ള ഡിസഡ്വാൻറ്റേജസ് എന്താ അറിയാലല്ലേ, അത് അൺകണ്ടീഷണലാണ്. ഓക്കെ, നിങ്ങൾ ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ മുമ്പ് നടത്തിയിട്ട് വേണം. അല്ലെങ്കിൽ ഇത് മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്ട്രക്ചറൽ ഇഷ്യൂസ് കണ്ടാലും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫൈനാൻസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സബ്ജക്ട് ടു ഫൈനാൻസ് ക്ലോസും ഇല്ല, സബ്ജക്ട് ടു ബിൽഡിംഗ് ആൻഡ് പെസ്റ്റ് ഇൻസ്പെക്ഷൻ ഇല്ലാണ്ടാണ് നിങ്ങൾ ഈ ഒരു ഇത് മേടിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതിന്റെ വാല്യൂഷൻ വലിയ കുഴപ്പമില്ല. വാല്യൂഷൻ 1.180 ആണ്. അതിനേക്കാൾ $70,000 കൂടുതൽ കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ബാങ്കിലേക്ക് പോകുമ്പോൾ ഈ വാല്യുവേഷൻ 1.180 തന്നെ വരുള്ളൂ മിക്കവാറും. ഓക്കെ, അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ $70,000 എക്സ്ട്രാ കയ്യിൽ നിന്ന് എടുക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഒരു 90% ലോൺ ഉണ്ടെങ്കിൽ അത് കൂടാതെ പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ നിങ്ങളൊരു 70,000 കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഫൈനാൻസ് നിങ്ങൾക്ക് അപ്രൂവ് ആവുള്ളൂ. നിങ്ങൾക്ക് അപ്രൂവ് ആവുന്നില്ല, ഒരു അത്രേ തരുള്ളൂ. 1.180 80% അല്ലെങ്കിൽ 90% എത്ര അത് പറഞ്ഞാൽ അത് അതിനനുസരിച്ച് തരുള്ളൂ. അല്ലാണ്ട് 1.25 തരില്ല. നിങ്ങൾ എത്രയോ പഠിച്ചത് ഡസൻ മാറ്റർ. നിങ്ങൾ 2 മില്യൺ പഠിച്ചാൽ അവരൊന്നും ചെയ്യും, ബാങ്ക് തരുമോ? അതിന്റെ 90% തരുമോ? ഇല്ലല്ലോ. അപ്പോൾ ലോൺ പ്രീ അപ്രൂവൽ ഒരു കാരണവശാലും ഒരു ഫൈനൽ അപ്രൂവൽ അല്ല. അതുകൊണ്ട് ഓപ്ഷൻ പോകുമ്പോൾ സൂക്ഷിച്ചു പോവുക. മേടിക്കുമ്പോൾ സൂക്ഷിച്ച് മേടിക്കുക. ഇപ്പൊ ഒത്തിരി ബാർഗെയിൻസ് വിക്ടോറിയയിലുണ്ട്, മെൽബണിലുണ്ട്, ഓൾ ഓവർ ഓസ്ട്രേലിയ ഉണ്ട്. ചില ടൗൺസ് ഇപ്പോഴും വെരി ഹോട്ടാണ് കേട്ടോ. നമ്മൾ പഠിക്കുന്ന ചില ടൗൺസ് ഇപ്പോഴും വെരി ഹോട്ടാണ്. ഞാൻ പറഞ്ഞു വിക്ടോറിയയുടെ കാര്യവും ചില അതർ സ്റ്റേറ്റിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 30, 40, $50,000 കുറച്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞത് അവർ $70,000 കൂടുതൽ എന്ന് പറയാൻ പറ്റില്ല. അതൊരു ലൊക്കേഷൻ ഇത്തിരി നല്ലതാണ് സബർബത്തിൽ. എങ്കിലും ഈ പറഞ്ഞ ഈ പ്രോപ്പർട്ടി വാല്യൂ കണക്കാക്കുന്ന ആ സ്ട്രീറ്റിൽ നിന്ന് 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള വീടുകളുടെ വിറ്റ് പോയ കണക്കുകൾ അനുസരിച്ചാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയ്ക്ക് വിറ്റ് പോയിട്ടുള്ളൂ. അപ്പൊ ഈ കാലത്ത് ഇതിനേക്കാൾ കുറയാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഹൈ കോൺഫിഡൻസ് പ്രൈസിനേക്കാൾ കുറയാണ് വേണ്ടത് അല്ലേ ഇപ്പോൾ പഠിക്കുകയാണെങ്കിൽ. അങ്ങനെയല്ല വേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഫോർ ദിസ് വൺ. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് എല്ലാ ദിവസവും ഇങ്ങനെ ചെറുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അയക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ ഇഫ് യു വുഡ് ലൈക്ക് ടു സബ്സ്ക്രൈബ്, യു വാണ്ട് ടു സീ ഓൾ ദീസ് വീഡിയോസ്, subscribe and thank you very much for watching.